ഹലോ! എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഉള്ള ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റും സിമ്പിൾ റെസിപ്പീസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നേരം ചെറുതായിട്ടൊക്കെ ഒന്ന് വെട്ടമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ അകത്ത് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സിറ്റ് ഔട്ട് വരെ വന്നോളൂ. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ മുറ്റത്ത് ദേ ഈ കിളി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കിളിയെ പറ്റി ചിലവർ പറയും ഇത് വന്നാൽ നല്ലതാന്ന് പറയും, ചിലവർ ഇത് കൊള്ളൂലാത്തൊരു പക്ഷിയാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർ ഈ ബേഡിനെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കങ്ങനെ ഈ ബേഡിനെ പറ്റി കുറ്റം പറയില്ല കേട്ടോ, കാരണം എല്ലാ ബേഡ്സുകളെയും, അതായത് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് പടച്ചവനാണല്ലോ. അപ്പോൾ അതിനെല്ലാത്തിനെയും ഞാൻ ഒരേ ലെവലിലാട്ടോ കാണുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പലരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഡൗട്ടാണ് കേട്ടോ, അതിൽ വല്ല സത്യം ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പുറത്ത് സിറ്റ് ഔട്ട് വരെ ഇറങ്ങിയോളൂ, അപ്പോഴേക്കും എൻ്റെ പ്ലാന്റ്സൊക്കെ, അതായത് സിറ്റ് ഔട്ടിൽ വെച്ച പ്ലാന്റ്സൊക്കെ അത്യാവശ്യം വാടിക്കൊഴിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യം മഴയൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഈ സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് വെള്ളമൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പുറത്ത് വെച്ച പ്ലാന്റ്സിനൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, കാരണം പുറത്ത് നന്നായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മഴവെള്ളം കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിന് വെള്ളമൊന്നും ഒഴിക്കണില്ല. അങ്ങനെ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് അപ്പവും എഗ്ഗ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ എഗ്ഗ് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പൊതുവേ കുട്ടികളൊക്കെയുള്ള വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, അതായത് സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് രാവിലെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെ പറ്റി കാണിക്കുന്ന ഒരു ചെറിയ റെസിപ്പിയാണ് ഞാനിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എഗ്ഗ് കറി വെക്കുന്നത് കുക്കറിലാട്ടോ. കുക്കറിൽ അങ്ങനെ പൊതുവെ ആരും എഗ്ഗ് കറി വെക്കുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴേ ഈ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇത്രയും ജോലികളൊക്കെ തീരില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എളുപ്പത്തിൽ വേഗം തട്ടിക്കൂട്ട് എഗ്ഗ് കറിയൊക്കെ ഇതുപോലെയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കൊച്ചുള്ളി, സവാളയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ആഫ്രിക്കൻ മല്ലിയിലയും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആഫ്രിക്കൻ മല്ലിയില ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ വരും. അപ്പോൾ ഞാൻ അപ്പുറത്ത് എഗ്ഗ് കറിക്ക് ഗ്രേവി വഴറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ഞാൻ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ അപ്പം കേട്ടോ. ഞാൻ തലേന്ന് രാത്രി അപ്പത്തിനുള്ള മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് അപ്പത്തിന് മാവ് ഞാൻ അരി പൊടിച്ചിട്ടല്ല, അരി അരച്ച് ആട്ടിയെടുക്കുന്ന അപ്പമല്ല കേട്ടോ. ഇത് ഞാൻ ഫ്രഷ് പത്തിരിപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊടി വെച്ചിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി സിമ്പിളായിട്ട് ഇതിലൂടെ പറഞ്ഞു പോകട്ടെ. അപ്പോൾ തലേന്ന് രാത്രി ഞാൻ മാവ് അരച്ച് വെച്ചതുകൊണ്ട് അപ്പം നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ അപ്പത്തിനായിട്ട് പത്തിരിപ്പൊടി, ഒരു ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് 1/2 ഗ്ലാസ് തേങ്ങ, 1/2 ഗ്ലാസ് ചോറ്, ഈസ്റ്റ്, ഷുഗർ ഒരിത്തിരി മധുരം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചേർത്ത് ഞാൻ തലേന്ന് രാത്രി കുറച്ച് ലൂസായിട്ടാട്ടോ അരച്ചെടുക്കുന്നത്. അരയ്ക്കുമ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കണം, അല്ലാണ്ട് നമ്മൾ ദോശമാവിന് അരച്ചെടുക്കൂലേ അതുപോലെ പാലപ്പത്തിന് അരച്ചെടുക്കുന്ന ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി ഒന്നും ഇതിൽ വേണ്ട. അപ്പോൾ തലേന്ന് രാത്രി അരച്ച് വെച്ചതുകൊണ്ട് തന്നെ ഇന്ന് ചുട്ടപ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഹോൾസൊക്കെ വരുമ്പോൾ തന്നെ മനസ്സിലാവാം അത്യാവശ്യം മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ എഗ്ഗ് കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ നല്ലൊരു സ്വീറ്റ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. ഇതുപോലെ ഗ്രേവി കുക്കറിലൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടികൾ എന്നൊക്കെ പറയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, ഇത്രയും ഞാൻ ചേർക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ച് കൂടി ഇരിക്കണം കേട്ടോ, കാരണം അതിൻ്റെ ഒരു കളറ് ഒരു റെഡിഷ് കളറായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവിക്ക് ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ കുറച്ച് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുകയാണ്. അത്രയേ ഉള്ളൂ, നമുക്ക് വലിയ പണിയില്ല ഈ രീതിയിൽ എഗ്ഗ് കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവെ ഇവിടെ എഗ്ഗ് കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ തന്നെ എല്ലാം കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ ഈ തേങ്ങാപ്പാലും ഒക്കെ എടുത്ത് വരുമ്പോൾ കുറച്ചത് ലോങ് ടൈം പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരെ കുക്കറൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. ഞാൻ 4-5 വേവിക്കും കേട്ടോ, വിസിലടുപ്പിക്കും. കാരണം എത്രത്തോളം ഇത് വെന്ത് കുഴയാവുന്നോ അത്രത്തോളം ഇതിൻ്റെ ചാറൊക്കെ കുറുക്കി ഒരു പരിവാകും. തേങ്ങാപ്പാലൊന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ലല്ലോ.
അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ സിമ്പിളുമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പോൾ തേങ്ങയുടെ വിലയെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹൈ ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ തേങ്ങയാണെങ്കിൽ കിട്ടാനുമില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കിയും എടുക്കാം, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടാണ് ഇന്ന് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ നിങ്ങളെല്ലാം പുളിശ്ശേരി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ, എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് അതൊന്ന് ഉള്ളിയും അതായത് കൊച്ചുള്ളി, കടുക്, ഉലുവയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു, രാവിലെ വ്ലോഗ് എടുത്ത് തുടങ്ങിയപ്പോൾ നല്ലോണം വെട്ടം വെച്ചിട്ടുണ്ടെന്ന്. എനിക്ക് വ്ലോഗ് എടുക്കാൻ നേരത്തുണ്ടല്ലോ നല്ല വെട്ടം വെച്ചാലാണ് വ്ലോഗ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് ഇതുപോലെ ഗ്രില്ല് ടൈപ്പ് കിച്ചണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഈ സന്ധ്യ, അതായത് നേരം വെളുക്കുന്ന ആ ടൈമിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒരു ക്ലാരിറ്റി കിട്ടില്ല. സത്യം പറഞ്ഞാൽ നന്നായിട്ട് വെയിലാവണം. വെയിലായാലും പ്രശ്നമാണ് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കണ്ടോ, വെയിൽ വരുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ വെയിലിൻ്റെ ഒരു വെട്ടം, ആ ഉദിച്ച് വരുന്ന ആ വെട്ടവും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇരുട്ടായാലും പ്രശ്നമാണ്, എന്നാൽ വെയിലാണെങ്കിലും പ്രശ്നമാണ്. നമുക്ക് വെയിലില്ലാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ. ഈവനിങ് ടൈമൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലും ഉണ്ടാവില്ല, നല്ല വെട്ടം ഉണ്ടാവും. അപ്പോൾ ഈവനിങ് ടൈമിൽ നമുക്കങ്ങനെ വലിയ കാര്യമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. രാവിലെയാണ് പൊതുവേ എൻ്റെ കിച്ചണിലെ പരിപാടികൾ, കുക്കിങ്ങും കാര്യങ്ങളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ രാവിലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഈവനിങ്ങിന് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും. അത് എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പുറത്തുനിന്ന് സ്നാക്സ് ഒക്കെ മേടിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് റൈസൊക്കെ വേവിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു, എഗ്ഗ് വേവിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാല് വന്നു, പാല് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അതിന് പാൽച്ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മോള് വന്നിട്ട് എന്തൊക്കെയോ കണകണാന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളഞ്ഞു. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുണ്ടോ. ഇനി ഇവർക്ക് റെഡി ആയിട്ട് സ്കൂളിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ രാവിലെ വന്നിട്ട് കഴിക്കണം. അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ എഗ്ഗ് കറി അപ്പമായിരുന്നു കേട്ടോ. ഇത് 2-3 ദിവസം മുമ്പ് ഞാൻ എടുത്തു വെച്ചൊരു വ്ളോഗായിരുന്നു. അപ്പോൾ അത് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ലൈറ്റ് ആവുമല്ലോ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ, രാവിലെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു എഗ്ഗ് കറിയാണ് കേട്ടോ ഇത്. നമുക്ക് വേറെ അഡീഷണലായിട്ട് വേറെ ഒന്നും വരുന്നില്ല. കുക്കറിലാവുമ്പോൾ സിമ്പിളാണല്ലോ, നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടേച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ കറി അവിടെ സെറ്റാണ്. പിന്നെ ആ മസാല നമ്മളൊന്ന് തട്ടി ഒരു ചട്ടിയിലേക്ക് ഇട്ടേച്ച് അതൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് ആ എഗ്ഗൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്ത്, മല്ലിയില ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എഗ്ഗ് കറി ആയി. അല്ലാണ്ട് നമുക്ക് വേറെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് അല്ലാണ്ട് നമ്മൾ ചട്ടിയിലൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴേ കുറേ നേരം അത് ഫ്രൈ ആക്കി കുറേ സമയം അങ്ങനെ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ലഞ്ച് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയത് പുളിശ്ശേരിയും തോരനുമായിരുന്നു, നമ്മുടെ ബീട്രൂട്ട് തോരനും. അതൊക്കെ കൊടുത്തു, അവരെയൊക്കെ അങ്ങോട്ട് വിട്ടുവിട്ടു. അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവരങ്ങോട്ട് പോയി. പിന്നെ ഞാൻ രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം എഗ്ഗ് കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ എഗ്ഗ് കറി കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഗ്രേവിയും നല്ല ഇതായിട്ടാട്ടോ ഇരിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നത് അതല്ല. അപ്പോൾ ഞാൻ കുറച്ച് ചായയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഇഞ്ചി ചതച്ചിട്ടാട്ടോ ഒന്ന് ടീ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. രാവിലെ നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ട് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഒക്കെ മാറും. ഇപ്പോൾ ദഹിക്കാണ്ട ആഹാരമൊക്കെ നമ്മുടെ വയറിൻ്റെ അകത്തൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ഇഞ്ചി വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നവരും തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.